തൻ്റെ പ്രിയപ്പെട്ടവരുടെ അരികിലിരുന്നു കൊണ്ട് തിരുശരീരവും രക്തവും അവർക്ക് വിഭജിച്ച് നൽകിയതിന് ശേഷം ആ മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നത് ഗെത്സമൻ എന്ന് പറഞ്ഞൊരു തോട്ടത്തിലേക്കാണ്. ഏകാന്തത തളം കെട്ടിക്കിടക്കുന്ന ആ തോട്ടത്തിലേക്ക് കത്തിയെരിയുന്ന ഒറ്റ മരം പോലെ ഒരു മനുഷ്യൻ തനിച്ചാകാൻ പോവുകയാണ്. ഒറ്റപ്പെടുമെന്നുറപ്പുണ്ടായിട്ടും കൂട്ടിരിക്കാനായിട്ട് 1-2 പേരെ അവൻ കൊണ്ടുപോയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ രക്തം വിയർത്തു പ്രാർത്ഥിച്ച, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്നൊഴിവാക്കി തരണമേ എന്ന് സ്വർഗത്തെ നോക്കി യാചിച്ച ആ സായാഹ്നത്തിൽ തന്നെ പ്രിയപ്പെട്ടവർ അരികിലിരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ട് സങ്കടപ്പെട്ടു പോയൊരു മനുഷ്യൻ കൂടിയാണ് ക്രിസ്തു. സ്നേഹമുള്ളവരെ, ചിലപ്പോഴെങ്കിലും 102 ഡിഗ്രി പനി പിടിച്ചുകൊണ്ട് മുറിയിൽ കിടന്ന സമയത്ത് ഒരു തുണി നനച്ച് നെറ്റിയിലിട്ട് തരാനായിട്ട് ആരുമില്ലല്ലോ എന്ന് നമ്മൾ സങ്കടപ്പെട്ടത് ഗെത്സമനിൽ ക്രിസ്തു സങ്കടപ്പെട്ടതിന് സമാനമാണ്, തീവ്രത കുറവെങ്കിലും. ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ആരും കൂട്ടിനിരിക്കാത്ത സങ്കടം പേറിക്കൊണ്ടാണ് ചില ദിവസങ്ങളിലെങ്കിലും നമ്മളിൽ ആരെങ്കിലുമൊക്കെ ആ രാത്രിയെ അതിജീവിക്കാനായിട്ട് പരിശ്രമിച്ചത്. കൂടെ കൊണ്ടുപോയ മനുഷ്യരെല്ലാവരും ചൂട് തേടി ഉറങ്ങിപ്പോയതുപോലെ ബന്ധുക്കളും മിത്രങ്ങളും മക്കളോ മാതാപിതാക്കളോ എല്ലാം സുഖമായിട്ടുറങ്ങിയ സമയത്ത് ജ്വരക്കിടക്കയിൽ തണുപ്പും ചൂടും മരവിപ്പും സഹിക്കാനാകാതെ ഒറ്റയ്ക്ക് കിടന്ന ആ രാത്രികളെ ഓർമ്മിപ്പിക്കുന്ന വിധം ഗെത്സമനിയിലെ രാത്രി നമ്മൾ വീണ്ടും ഓർക്കുകയാണ്. തനിച്ചായ പോയവർക്കും ഒറ്റപ്പെട്ടു പോയവർക്കും ഒരു ഗതിയും പരഗതിയുമില്ലാതെ സഹനത്തിലേക്ക് നടന്നു നീങ്ങേണ്ടവർക്ക് ക്രിസ്തു ഒരു വഴിവിളക്കാണ്. നമുക്ക് മുൻപേ കടന്നുപോയ ആ മനുഷ്യൻ എല്ലാ സങ്കടങ്ങളും കണ്ടിട്ടുള്ള മനുഷ്യനാണ്. എല്ലാ ഒറ്റപ്പെടലിനെയും അതിജീവിച്ച മനുഷ്യനാണ്. എല്ലാ കുരിശിലെയും വേദനയെ പുണർന്ന മനുഷ്യനാണ്.